ബാങ്ക് വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് വീട് ജപ്തി ചെയ്ത് കടുത്തുരുത്തി അർബൻ ബാങ്ക്. ജപ്തി നടപടിയിൽ പ്രതിഷേധിച്ച് ബാങ്കിന് മുൻപിൽ സഹോദരിമാർ കുത്തിയിരിപ്പ് സമരം നടത്തി. ജപ്തി സമയത്ത് ആശുപത്രിയിൽ പോയിരുന്ന വീട്ടുകാരെ വീടിനകത്ത് കയറ്റാതെ ബാങ്ക് അധികൃതർ വീട് പൂട്ടി സീൽ ചെയ്തതായാണ് പരാതി. താമസിച്ചിരുന്ന വീട് ജപ്തി ചെയ്തതിൽ പ്രതിഷേധിച്ച് കടുത്തുരുത്തി അർബൻ ബാങ്കിന് മുന്നിൽ കടുത്തുരുത്തി മാമാർ പൂമംഗലം ശാന്തമ്മയും സഹോദരി DCC മെമ്പറായ മഹിളാമണിയും ബാങ്കിനു മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. അർബൻ ബാങ്കിൽ നിന്ന് ശാന്തമ്മയും മകനും ചേർന്ന് 7 ലക്ഷം രൂപയുടെ ലോൺ എടുത്തിരുന്നു. എന്നാൽ പലിശയും കൂട്ടുപലിശയും ചേർന്ന് ഈ തുക 18,26,300 രൂപയായി ഉയർന്നു എന്ന് പറയപ്പെടുന്നു. ശാന്തമ്മയും ഭർത്താവ് സദാശിവൻ പിള്ളയും മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ആശുപത്രിയിൽ മരുന്ന് വാങ്ങാൻ പോയി തിരികെ വന്ന ശാന്തമ്മയെ അകത്ത് കയറ്റാതെ വീട് ജപ്തി ചെയ്തതായാണ് ശാന്തമ്മയുടെ പരാതി. നമ്മൾ പുറത്തൊക്കെ അടച്ചായിരുന്നു. അപ്പം എൻ്റെ മോന് ജോലി പോകുന്നു കാര്യമായിട്ടില്ലായിരുന്നു. അവന് വിദേശത്ത് പോയിട്ട് 2-3 മാസമായിട്ട് അപ്പം അവൻ വിളിച്ച് പറഞ്ഞു, എന്നോട് പറഞ്ഞു, ബാങ്കുകാരോട് പറഞ്ഞു 2 മാസം അവകാശം തരാം, അതുകൊണ്ട് ഞാനതെല്ലാം തീർത്തോളാമെന്ന് പറഞ്ഞിട്ട് അവർ 2 ദിവസം ചോദിച്ചിട്ടുള്ള അവർ തന്നില്ല. വീട്ടിൽ കയറി മരുന്നും ആഹാരവും വസ്ത്രവും എടുക്കാൻ പോലും സമ്മതിക്കാതെ വീടിന്റെ വാതിൽ പൊളിച്ച് ബാങ്ക് അധികൃതർ അകത്ത് കയറി വീട് താഴിട്ട് പൂട്ടി സീൽ ചെയ്തതായും പറയുന്നു. മാർച്ച് 28-ാം തീയതിക്കകം പൈസ അടക്കാമെന്ന് പറഞ്ഞെങ്കിലും ബാങ്ക് ഒരു വിട്ടുവീഴ്ചയും നൽകിയില്ല എന്നും ശാന്തമ്മ പറഞ്ഞു. എന്നാൽ കുടിശ്ശിക തുകയായ 9 ലക്ഷം രൂപ അടച്ചാൽ വീട് തുറന്നു കൊടുക്കാമെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പിറവം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.